കയറി വന്നു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യാ, കൊല്ലും. പാലം നോക്കി മക്കളെ, ഈ പുതിയൊരു ഓവർ ബ്രിഡ്ജ് ഒന്നുമില്ല കേട്ടാ. ഈ പാലം ഓപ്പൺ ആക്കിയിട്ടില്ല. അവിടെ നിന്ന് പോലീസുകാർ പറഞ്ഞു എന്നോട് ആ പാലത്തും കൂടെ കയറി ഇട്ടോന്ന്. എന്താ ഭാഗ്യല്ലേ, ഇത് ഫറക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ കൊൽക്കത്ത പോണ വഴിയാണ്. ഈ പാലം പണിതിട്ടില്ല, പുതിയ പാലമാണ്. അപ്പോൾ അപ്പുറത്തൂടെ എല്ലാവരും പോണേ. കണ്ടോ, ഞാൻ മാത്രം, ആരുമില്ല. അവർ പറഞ്ഞു അവിടെ എത്തി കഴിഞ്ഞ് സൈക്കിളിൽ നിന്ന് പൊന്തിച്ച് വെച്ചാൽ മതി കിടക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം കൊൽക്കത്ത പോകില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പ്ലാൻ ബി ആക്കിയതാ. പ്ലാൻ വീണ്ടും അയലിക്കാക്കി. എന്താ വെച്ചാൽ ഞാൻ കണ്ടില്ലേ, നമുക്ക് വേണ്ടിയിട്ട് പാലം വരെ തുറന്നു കൊടുക്കുക. പിന്നെ എന്തിനും നമ്മൾ പോകാണ്ടിരിക്കണേ. കയറി വന്നു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യുക, കൊല്ലും. കൊല്ലൊന്നും ഉണ്ടാവില്ല അല്ലേ. ഞാൻ അവിടെ നിന്ന് എന്തായാലും എത്താന്ന് വെച്ച് കഴിഞ്ഞാൽ 300 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. എന്തായാലും പരമാവധി ലേറ്റ് ആക്കിയിട്ട് പോകാം. നാളെ റിസൾട്ട് വരും. അപ്പോൾ നാളത്തോടു കൂടി ഏതാണ്ട് തീരുമാനമാവും, കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. പിന്നെ കയറി വന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് തീർക്കട്ടെ. ഞാൻ എന്തെങ്കിലും ഒരാഴ്ച കൊണ്ടാണ് എത്ര രീതിയിൽ പോകാൻ വിചാരിച്ചിട്ടാണ്. മെല്ലെ പോകാം. കൊൽക്കത്ത ഒരു സൈഡിൽ ഇറങ്ങാറുണ്ട്. പിന്നെ അത് ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് ആണ് നല്ലൊരു സാധനം കിട്ടിയതിക്ക്. അപ്പോൾ എൻ്റെ മൈൻഡ് മാറി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എത്തി കഴിഞ്ഞിട്ട് തീരുമാനിക്കാൻ വിചാരിച്ചിട്ടുണ്ടാണ്. ഇവിടെ എത്തിയപ്പോൾ ഒരു പാലം വരയ്ക്ക് തുറന്നു കൊടുക്കുക. പിന്നെ മൈൻഡ് പറഞ്ഞിട്ടിരിക്കുമല്ലേ. അപ്പോൾ നേരെ കൊൽക്കത്തയിലേക്കുള്ള റോഡാട്ടാ പിടിക്കണേ. കണ്ടില്ലേ, എല്ലാ വണ്ടികളും അതിൽ കൂടെ പോകണം. എനിക്ക് ഫുൾ ടീമുള്ള അതിൽ കൂടെ പോകണേ. ഞാൻ മാത്രം ഇവിടെ, വേറെ ആരുമില്ല. എന്ത് ബൈക്ക് നോക്കിയല്ലോ എൻ്റെ. അപ്പോൾ ഇനി കൊൽക്കത്ത റൂട്ട് പിടിക്കുക. അപ്പോൾ ജാർഖണ്ഡ് കൊൽക്കത്ത കഴിഞ്ഞിട്ട് പോകാം കേട്ടോ. അപ്പോൾ ശരി.